ശബരിമല സ്വർണ്ണത്തട്ടിപ്പിലെ SIT റിപ്പോർട്ട് കേരള ഹൈക്കോടതി സമർപ്പിച്ചു. ഹൈക്കോടതിയിലെ SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരനെ നേരിട്ട് കോടതിയുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു. കോടതി ചില സംശയങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചു, അതിനത് ഉത്തരം പറഞ്ഞു. കോടതിയിലെ മറ്റാരുമില്ല, അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു, ആർക്കും പ്രവേശനമില്ലായിരുന്നു. കോടതി ചില സംശയങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, അതിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഉത്തരങ്ങൾ പറഞ്ഞു. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശിക്കാൻ അതിന് PWD വിഭാഗം ശബരിമലയിൽ ഉണ്ടല്ലോ, അവരല്ലേ ഇത് ചെയ്യേണ്ടത്. പക്ഷെ അവരെ അറിയിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇത് കൊടുത്തുവിടാനുണ്ടായ കാരണം എന്ത്? ഈ ഗൂഢാലോചന പിന്നിൽ ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് ആരാണെന്ന് അറിയണം. ഇതിനകത്ത് ഒരു 120B ഗൂഢാലോചനയുണ്ട് എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ ആ ഗൂഢാലോചനയെ പങ്കെടുത്തവരെല്ലാം പ്രതിയാവും. 2019 മാർച്ച് 3 ഈ വാതിൽപ്പാളികൾ സ്വർണം പൂശാനായിട്ട് ചെന്നൈ കൊണ്ടുപോയി, അത് പൂശി തീർന്നു 2019 മാർച്ച് 3. മാർച്ച് 11 മാത്രമേ അത് ശബരിമലയിൽ എത്തിയിരുന്നുള്ളൂ. ഇത് എവിടെ പോയി? ഇതിൻ്റെ ഇടയ്ക്ക് ചില സിനിമാ താരങ്ങളുടെ വസതിയിലൊക്കെ ഈ പാളികൾ അവിടെ വെച്ച് പൂജിച്ചതായിട്ടും കണ്ടു എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. അത് തന്നെയല്ല, 2019 ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനെയും മറ്റംഗങ്ങളെയും ചെന്നൈയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചു. സ്വർണം പൂശൽ കാണാം അവിടെ വന്നാൽ, അതുകൊണ്ട് അവിടം വരെ വന്നാൽ തീർച്ചയായിട്ടും അവിടെ വേണ്ട ഒരുക്കങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം എന്നുകൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ നോക്കിക്കഴിയുമ്പോൾ ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത്? ആരാണ് അതിൻ്റെ ഗോഡ് ഫാദർ? ഇയാൾ എങ്ങനെയാണ് അവിടെ വന്ന് ചേർന്നത്? PWDയിലെ ഒരു ചീഫ് എഞ്ചിനീയർ വിഭാഗം ശബരിമലയിലുണ്ട്. അവിടെയുള്ള മുഴുവൻ ജോലിക്കും, അവിടെയുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള ജോലികൾ ചെയ്യാനും അവരുടെ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വേണം അത് നടത്താൻ. കാരണം സ്വർണം പൂശലും മറ്റു കാര്യങ്ങളും ഒക്കെ ശബരിമല തന്നെയാണ് വിജയ മല്യയുടെ കാലഘട്ടം മുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കോടതിക്ക് ഇതിനകത്ത് ഒരു ഗൂഢാലോചന ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നതിൽ. ഇളമ്പള്ളി ക്ഷേത്രത്തിലെ വാതിൽ പ്രദർശിപ്പിച്ച് പൂജ നടത്തിയ വിവരം SITക്ക് ലഭിക്കുകയുണ്ടായി. ഒരു സിനിമാ താരത്തിന്റെ വീട്ടിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവര് ആ പൂജയിൽ പങ്കെടുത്തതും കണ്ടു. ഗുരുതരമായ വീഴ്ചകളുടെ ഒരു പറ്റം റിപ്പോർട്ട് SIT ഹൈക്കോടതിന് മുമ്പിൽ ഹാജരാക്കി വിശദീകരണങ്ങൾ ചോദിച്ചു. 120B കൃത്യമായി കണ്ടെത്തണം, ഇതാരാണ് ഇതിന്റെ പിന്നിലെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗോഡ് ഫാദർ ആര് എന്ന് കണ്ടെത്തണമെന്ന് ഹൈക്കോടതി കൃത്യമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മിനിറ്റ്സ് ബുക്കും കണ്ടെത്തിയത് ഹൈക്കോടതി നേരിട്ട് പരിശോധിച്ചു. ഇനി ആ മിനിറ്റ്സ് ബുക്കിനകത്ത് രേഖപ്പെടുത്തിയ ചില കാര്യങ്ങൾക്ക് ക്രമക്കേടുണ്ടെന്നും കണ്ടുപിടിച്ചു. അപ്പൊ അതുവരെ ഹൈക്കോടതി പരിശോധിച്ചു കഴിഞ്ഞു. ഇതിനിടയ്ക്ക് അവിടുത്തെ വിജിലൻസ് ഒരു 4 റിപ്പോർട്ടുകൾ കൂടി ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ശബരിമല വിജിലൻസ് അത് സ്വർണ്ണക്കടത്തുമായി ഉണ്ടായ കത്തിടപാടുകളെ പറ്റിയാണ് ബുധനാഴ്ച 5-ാം തീയതി ഹൈക്കോടതിയിലെ ശബരിമല സ്പെഷ്യൽ വിജിലൻസ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതുവരെ കാണാത്ത പല സംഭവവികാസങ്ങളും കത്തിടപാടുകളും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നു. ഇതിനകത്ത് ഇപ്പോഴേ ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അവിടെ തിരുവാഭരണ കമ്മീഷണർ ബൈജു കേസിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇപ്പൊ 4 പേരെ ഈ കേസിനകത്ത് അറസ്റ്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞു. ആ 4 പേരിൽ മറ്റ് സബ് ജയിലിൽ കിടക്കുന്നവരെ പോലീസ് കസ്റ്റഡി ചോദിക്കുകയാണ്. ബൈജു ഉൾപ്പെടെയുള്ളവരെ 4 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. അതോടുകൂടി ഒരു കാര്യം വ്യക്തമാവും, എന്താണ് ശബരിമല സംഭവിച്ചത്, ഈ ഗൂഢാലോചന നടത്തിയത് ആര്, ഇതിന്റെ ഗോഡ് ഫാദർ ആരാണ് തലപ്പത്തുള്ളത്,
അതിലേക്ക് SIT എത്തും. അതിനുശേഷമായിരിക്കും ശബരിമലയിലെ 2019 ശേഷമുള്ള പ്രസിഡന്റുമാരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. കാരണം കൃത്യതയോട് അന്വേഷണം ഒരു മുനമ്പ് വരെ ചെന്നെത്തി നിന്നെങ്കിൽ മാത്രമേ പ്രസിഡന്റുമാരിലേക്ക് അറസ്റ്റ് പോവുകയുള്ളൂ. അതിന് മുന്നോടിയായിട്ടാണ് തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ബൈജു വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയുടെ മേധാവിയാണ്. പക്ഷേ ആ വാതിലൊക്കെ കടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് അത് പതുക്കെ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നതും ആയിട്ടും കണ്ടു. ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ പറ്റി നല്ല നിശ്ചയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും 4 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 പേരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പം ആരൊക്കെയാണ് പ്രസിഡന്റുമാരിൽ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, കാലാകാലങ്ങളിലെ ശബരിമലയിലെ അതിൻ്റെ ഒരു കൺട്രോള്, ഈ സ്വർണം 1999 മുതൽ ഇതിന്റെ സ്വർണ്ണപ്പാളികൾ പലതും വെളിയിലേക്ക് പൊക്കോണ്ടിരുന്നു. പ്രത്യേകിച്ച് 2019 ആ കാലഘട്ടത്തിലാണ് കൂടുതൽ സ്വർണം ഇതിൽ നിന്ന് ഊറ്റിയെടുത്തത്. അതുകൊണ്ട് 2018 മുതലുള്ള ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിൽ ഉള്ളവരെ പ്രതിക്കൂട്ടിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം 120B ഈ 4 പേരുടെ ചോദ്യം ചെയ്യുന്നതോടുകൂടി പുറത്താവും. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആരൊക്കെയാണ് ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരുന്നത് എന്നതിനെ പറ്റി ഒരു ഐഡിയ ആവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുതൽ പറയുന്നത്, പ്രസിഡന്റ് വാസുവിനെ ഉൾപ്പെടെയുള്ളവരെ കുറെ ദിവസങ്ങൾ പിടിക്കും അവരെ അറസ്റ്റ് ചെയ്യാൻ. കാരണം അത് പതുക്കെ മതി, സ്ലോയിൽ മതി, ഒരാഴ്ച എടുത്താലും കുഴപ്പമില്ല. കാരണം 120B കൃത്യമായിട്ട് ഗൂഢാലോചന പോലീസ് കണ്ടെത്തണം. എങ്കിൽ മാത്രമേ അവരുടെ അറസ്റ്റിന് ഒരു പ്രത്യേക കാരണങ്ങൾ കണ്ടുപിടിക്കാനും അവരെത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്താനും കഴിയുള്ളൂ. അതുകൊണ്ട് പ്രസിഡന്റുമാരെ അറസ്റ്റ് താമസിച്ചോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളിൽ അന്വേഷണം പൂർത്തീകരിക്കണം. ഇനി ഈ ഒരു കേസിനകത്ത് ആദ്യത്തെ FIR-നകത്ത് ഇനി 4 പേരെ വന്നിട്ടുള്ളൂ. ഇനി 7 പേരെ കൂടെ അതിനകത്ത് ഇതുപോലെയുള്ള റോളുകളുള്ള, കാരണം ബൈജു KSന്റെ തിരുവാഭരണ കമ്മീഷണറുടെ റോളുകളുള്ള ചില ആൾക്കാരൂടെ അവിടെയുണ്ട്. അതിനകത്ത് വിജയശ്രീ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡിലെ സെക്രട്ടറി ഉണ്ട്. അപ്പൊ അവരുൾപ്പെടെയുള്ളവരെ അറസ്റ്റുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ആ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാരിലേക്ക് എത്തുകയുള്ളൂ. അത് എത്തിക്കഴിയുമ്പം ഗൂഢാലോചനയുടെ ആരൊക്കെയാണ് ഗൂഢാലോചന പങ്കെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗോഡ്ഫാദർ ആരാണെന്നും ഫിക്സ് ചെയ്ത ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്ക് അറസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് സ്വല്പം കാലതാമസം വരും. അത് ആ ലെവൽ കഴിഞ്ഞാൽ യാത്ര ചെയ്ത് ദേവസ്വം ബോർഡിലെ നേരത്തെയുള്ള മന്ത്രിമാർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തതയുള്ളൂ. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ദേവസ്വം ബോർഡിലെ മെമ്പർമാരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത ശേഷം മാത്രമേ അതിനൊരു വ്യക്തത വരുള്ളൂ. അതുകൊണ്ട് അധികം ധൃതിയിൽ ഇനി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഏകദേശം SITക്ക് അന്വേഷണ വിവരങ്ങളിൽ ഇതുവരെ നടത്തിയതിൽ നിന്നും ഒരു ഏകദേശ ധാരണയും രൂപങ്ങൾ എത്തിക്കഴിഞ്ഞു. എവിടേക്കാണ് SIT സഞ്ചരിച്ചതെന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല. കൃത്യമായി കോടതിയിൽ ആ റിപ്പോർട്ട് പോയി. കോടതി നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കോടതിക്ക് ഇപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തുന്നത് കൃത്യതയോടെ മുന്നോട്ട് പോയ ശേഷം മാത്രമേ അവിടുത്തെ പ്രസിഡന്റുമാരിലേക്കും മറ്റും അറസ്റ്റ് നീങ്ങുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞും ആയാലും ഒരാഴ്ചയോടെ താമസിക്കും. കാരണം ഈ 4 പേരെ ഒന്നിച്ചിരുന്ന് ചോദ്യം ചെയ്യുമ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോള് കൃത്യമായിട്ട് വരും. ആരാണ് അവരുടെ അടുത്ത് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏൽപ്പിക്കണമെന്ന്? അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ അതിനൊക്കെ ഒരു കൃത്യത വന്ന ശേഷം മാത്രമേ നമുക്ക് പ്രസിഡന്റുമാരിലെയും ദേവസ്വം ബോർഡ് മെമ്പറിലേക്കും അറസ്റ്റ് നീങ്ങുകയുള്ളൂ എന്നാണ്. ഏതായാലും ഇതുവരെയുള്ള ഇപ്പോഴത്തെ പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ റോള് കൃത്യമായി SITക്ക് മനസ്സിലായിട്ടുണ്ട്. ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഒന്നും അറസ്റ്റ് ചെയ്യുന്ന ഒരു നിയമ തടസ്സവും ഇല്ല, ഒരു ഗവൺമെന്റിന്റെ തടസ്സവും ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്.